ഈ ആക്സിഡന്റ് ഉണ്ടായതാണോ അതോ ഉണ്ടാക്കിയതാണോ? അളിയ നീ വന്ന എങ്ങനെയുണ്ടാ? നമുക്ക് എല്ലാവരും ഉള്ളപ്പം നടക്കണ പോലല്ലോടാ. ഇപ്പൊ എന്തിനും ഏതിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടല്ലേ നിനക്കിപ്പോൾ ഈ ഒരവസ്ഥ, ഒന്നും നടക്കാൻ പോലും പറ്റാതെ. ക്ഷമിക്കണം. നിന്നോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടണേ? ചിലപ്പോൾ ഇതൊക്കെ വിധിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നീ അത് കണ്ടില്ല, ആഗ്രഹിച്ച് മോഹിച്ച് ഒരു ഷൂ മേടിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റ്. അതൊന്നും ഇടം പോലുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കറിയാം ഞാൻ കാരണം ഇനി നിനക്ക് ആ ഷൂ എടുത്ത് ഇടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതവിടെ വെച്ച് കളയാതെ ഞാൻ എടുത്തോട്ടടാ അത്. ഇതിനായിരുന്നു ഇത്ര സെന്റിമെന്റ്സ് ഇറക്കിയത്. എന്താണെങ്കിലും നീ അത് ഇടത്തില്ല, അതവിടെ നിന്ന് വെറുതെ ചതരടിച്ച് പോകണ്ടേക്ക. കഴിവറ മോനെ, കാലും മുറിഞ്ഞു പോയിട്ടില്ല, ഒടിഞ്ഞതേ ഉള്ളു. ഞാൻ ഡോക്ടറോട് ചോദിച്ചാൽ മിനിമം ഒരു 6 മാസം എടുക്കും. അതുവരെ അത് എന്തിനാ അവിടെ ചെയ്യാൻ വെച്ചേക്കും? ഞാനിടും. നീ അത് എവിടെ ഇടും? ഒരെണ്ണം കാലയിൽ ഒരെണ്ണം കൈ വരും. അതൊക്കെ ഞാൻ എടുക്കും. അമ്മ പട്ടി അടിച്ചോട്ടെ അമ്മ. പട്ടീനൊക്കെ ഞാൻ ഇണക്കി വെച്ചേക്ക്. എടാ കൊണ്ടുപോലടാ പ്ലീസടാ, കൊണ്ടുപോലടാ പ്ലീസടാ. ടാഗൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലേ കണ്ണ്. എടാ ഷൂ എടുത്തോ, തുറക്കരുത്. തുറന്ന് ഇതിവിടെ തന്നെ ഉണ്ടല്ലേ? എടാ നീ എന്താണെങ്കിലും കെട്ടി ഒരുങ്ങി എവിടെയും പോണില്ല. ഇതൊക്കെ ഇവിടെ എന്തിനാണ് വെറുതെ വെച്ചേക്കണം? അവള് ഗിഫ്റ്റ് തന്ന വാച്ചടാ, പ്ലീസ് കൊണ്ടുപോലടാ. അളിയാ, ആഷിഖിന്റെ പെങ്ങളുടെ കല്യാണത്തിന് നിന്റെ സാന്നിധ്യം ഇല്ലെന്ന് വിചാരിക്കരുത്. ഈ വാച്ച്, ഈ ഷൂ അവിടെ തന്നെ കാണും. ഒരു മിനിറ്റ്. ഈ ആക്സിഡന്റ് ഉണ്ടായതാണോ അതോ ഉണ്ടാക്കിയതാണോ? മിസ്റ്റർ പ്രഭാകർജി, സോറി മിസ്റ്റർ അളിയ, ആ സത്യം എന്നിലൂടെ തന്നെ ഈ മണ്ണിനല്ലേ. നായിന്റെ മോനെ ഞാനല്ലേ. എടാ ഒരു എന്റെ ഷൂ